പുൽക്കൂടിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള സദ്വാർത്ത ലോകത്തെ അറിയിക്കുവാനുള്ള ഭാഗ്യം ആദ്യം ലഭിച്ചത് നക്ഷത്രങ്ങൾക്കാണ്. ക്രിസ്മസ് വരുന്നു എന്ന് ലോകത്തെ ആദ്യം ഇപ്പോഴും അറിയിക്കുന്നതും നക്ഷത്രങ്ങളാണ്. ബെത്ലഹേമിൽ 2000 വർഷം മുൻപ് ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട നക്ഷത്രത്തെക്കുറിച്ച് ധാരാളം ഐതിഹ്യങ്ങളുണ്ട്. അതിലൊന്ന് ഇങ്ങനെയാണ്: ഒരു സുപ്രധാന ദൗത്യത്തിനു വേണ്ടി ആകാശക്കൂട്ടത്തിലെ നക്ഷത്രങ്ങൾക്കിടയിൽ നിന്ന് ഏറ്റവും തിളക്കമുള്ള ഒന്നിനെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന വാർത്ത മാലാഖമാർ ഒരു നക്ഷത്രത്തെ അറിയിക്കുകയാണ്. തൻ്റെ ഭാഗ്യത്തെ ഓർത്ത് ആ നക്ഷത്രം സന്തോഷിച്ചു. എത്ര വലിയ ദൗത്യത്തിനായിരിക്കും ദൈവം തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് ഓർത്തിട്ട് അവന് സന്തോഷം സഹിക്കാനായില്ല. എന്തായാലും കൊള്ളാം, മറ്റുള്ളവരോടൊക്കെ യാത്ര പറഞ്ഞ് അല്പം ഒരു അഹങ്കാരത്തോടു കൂടി ഈ നക്ഷത്രം ബെത്ലഹേമിലേക്ക് യാത്രയാവുകയാണ്. പക്ഷെ ചെന്നപ്പോഴുണ്ട് ആരാലും അറിയപ്പെടാത്ത, അധികമാരുമില്ലാത്ത വിജനമായ യൂദയായിലെ ഒരു മലമ്പ്രദേശം. ഉയർന്നു നിൽക്കേണ്ടതോ പുൽക്കൂടിന് മുകളിൽ. തന്നെ നോക്കി നോക്കി വരുന്നവര് ഇടയന്മാരും കിഴക്ക് നിന്ന് പുറപ്പെട്ടു എന്ന് പറയുന്ന 3 ജ്ഞാനികളും മാത്രം. നക്ഷത്രത്തിനാകെ നിരാശയായി. ദൈവപുത്രന്റെ ജനനം എന്നൊക്കെ കരുതി അത് വന്നത് കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശത്തോടു കൂടിയ ഒരു കൊട്ടാരത്തിന്റെ മുകളിലായിരിക്കും തന്റെ നിൽപ്പ്, അതല്ലെങ്കിൽ തന്നെ ആരാധനയോടെ നോക്കുന്ന ആയിരങ്ങൾ ഉണ്ടാവും എന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് നക്ഷത്രം ഈ ദൗത്യത്തിൽ നിന്ന് പിന്മാറി. നക്ഷത്രം പിന്മാറിയ വിവരം മാലാഖമാർ ദൈവത്തെ അറിയിച്ചപ്പോൾ ദൈവം പറഞ്ഞുവത്രേ, ആകാശക്കോണിലെ നക്ഷത്രങ്ങളിൽ ഏറ്റവും കുഞ്ഞതിനെ ഇതിനുവേണ്ടി തിരഞ്ഞെടുത്തുകൊള്ളൂ എന്ന്. അങ്ങനെ ഏറ്റവും ചെറിയൊരു നക്ഷത്രത്തിനാണ് അടുത്തതായി പോകാനുള്ള ദൗത്യം വന്നത്. അവൻ തൻ്റെ നിസ്സാരതയെ ഓർത്ത് അമ്പരന്നു പോയി. തനിക്കിത് സാധിക്കുമോ? വല്ലാത്ത ആശങ്കയോടെ നിന്ന് അവനോടൊപ്പം കൂട്ടുകാരായ നല്ല തിളക്കമുള്ള 3 നക്ഷത്രങ്ങൾ കൂടെ ചേർന്നിട്ട് പറയുകയാണ്, ഞങ്ങളും കൂടി നിന്നോടൊപ്പം ചേർന്ന് ജ്വലിച്ചുകൊള്ളാം, അപ്പോൾ നിനക്ക് നല്ല പ്രകാശമുണ്ടാകും. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് ഒരു നക്ഷത്രമായി അവൻ സന്തോഷത്തോടുകൂടി ബെത്ലഹേമിലെ പുൽക്കൂടിന്റെ മുകളിലെത്തി തൻ്റെ ദൗത്യം ഭംഗിയായി നിർവഹിച്ചതിന് ശേഷം ആകാശക്കോണിൽ സ്വർഗത്തിലേക്കും മറഞ്ഞു എന്നാണ് ഐതിഹ്യ കഥ. ക്രിസ്മസ് നക്ഷത്രം നമുക്കും അടയാളമാണ്. വഴിതെറ്റാതെ പുൽക്കൂട്ടിലെ ഉണ്ണിയേശുവിലേക്ക് ചെന്നെത്താനുള്ള അടയാളം. ജ്ഞാനികൾക്ക് വഴിതെറ്റാതെ പോകാൻ അടയാളമായി ആകാശത്ത് നക്ഷത്രം ഉണ്ടായിരുന്നിട്ടും അവർ ഹെറോദോസിന്റെ കൊട്ടാരത്തിലേക്ക് എത്തിച്ചേർന്നു. പക്ഷെ യഹൂദരുടെ രാജാവ് ഒരു ദിവ്യനായ ശിശു ജനിച്ചതറിഞ്ഞപ്പോൾ ഹെറോദോസിനും അവിടെ കൂടെ ഉള്ളവർക്കുമൊക്കെ അസ്വസ്ഥതയായി. അതിൻ്റെ അർത്ഥം അടയാളങ്ങൾ നമ്മൾ അന്വേഷിക്കരുതാത്തടുത്ത് അന്വേഷിച്ചാൽ അസ്വസ്ഥതകൾ നിറയും എന്ന് തന്നെയാണ്. നമുക്കും സ്വയം നക്ഷത്രമായി തിളങ്ങാൻ, പ്രകാശിക്കാനുള്ള നിയോഗമുണ്ട്. അതിന് ദൈവം നമ്മുടെ ഉള്ളിൽ കൊളുത്തി വെച്ചിരിക്കുന്ന ദീപനാളങ്ങൾ കാറ്റിൽ കെടാതെ ശ്രദ്ധിക്കണം, കരിന്തിരി കത്താതെ സൂക്ഷിക്കുകയും വേണം. കാർഡിനൽ ന്യൂമാൻ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാൻ സാധിക്കണം. സ്നേഹ ഈശോയെ, മറ്റുള്ളവരുടെ മുൻപിൽ വെളിച്ചമാകുന്നതിന് അങ്ങ് എന്നിൽ പ്രകാശമായി ജ്വലിക്കണമേ എന്ന്. ചില കപട അടയാളങ്ങൾ അല്ലെങ്കിൽ കപട നക്ഷത്രങ്ങൾ നമ്മുടെ വഴി തെറ്റിച്ചേക്കാം. അപ്പോൾ സ്വർഗത്തിന്റെ ശരിയായ അടയാളം അല്ലെങ്കിൽ ശരിയായ നക്ഷത്രങ്ങൾ ഏതെന്ന് തിരിച്ചറിയാൻ വേണ്ടി നമ്മുടെ ഉൾക്കണ്ണ് തുറന്നു കിട്ടണമേ എന്ന പ്രാർത്ഥനയാവാം. അതോടൊപ്പം ജീവിത വഴികളിൽ നമ്മുടെ കൂടെയുള്ളവർക്ക് ദിക്ക് തെറ്റുമ്പോൾ, അവർ പാളം തെറ്റി ഓടുമ്പോൾ ശരിയായ ദിശ കാണിച്ചു കൊടുക്കുന്ന അടയാളമായി മാറാൻ നമുക്ക് കടമയുണ്ട്. ശരിയായ അടയാളമായി മാറുവാനും അതോടൊപ്പം തന്നെ നമ്മുടെ മുൻപിൽ തെളിയുന്ന ശരിയായ അടയാളങ്ങളെ അല്ലെങ്കിൽ നല്ല നക്ഷത്രങ്ങളെ തിരിച്ചറിയാനും അവയെ അവഗണിക്കാതെ വേണ്ടതുപോലെ സ്വീകരിക്കാനും ഈ ക്രിസ്മസ് കാലത്ത് നമുക്ക് സാധിക്കട്ടെ.